ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ വിജയമുറപ്പിക്കാൻ അരി കച്ചവടം. കേന്ദ്രത്തിന്റെ ഭാരത് അരി വിൽപ്പന ഉദ്ഘാടനത്തിന് തൃശൂർ തെരഞ്ഞെടുത്തത് ഇതിനാണെന്നാണ് പൊതുസംസാരം. കിലോഗ്രാമിന് 29 രൂപ പ്രകാരമാണ് വിൽപ്പന. സാധാരണക്കാർക്ക് ആശ്വാസം നൽകുന്നതിന് 5-10 കിലോഗ്രാം പാക്കറ്റുകളിലാണ് അരി വിൽക്കുന്നത്. എന്നാൽ പൊതുവിതരണ ശൃംഖല വഴി വിതരണം ചെയ്യുന്ന അരിയുടെ വില കിലോയ്ക്ക് 10 രൂപയിൽ താഴെയുണ്ട്. ആ അരി തന്നെ കൂടിയ വിലക്ക് തരം മാറ്റി വിൽക്കുന്നുവെന്നാണ് ഭാരത് അരിയെക്കുറിച്ച് ഉയർന്ന ആക്ഷേപം. മാത്രമല്ല, കിലോയ്ക്ക് 29 വെച്ച് ചെറുമണി അരി പൊതുമാർക്കറ്റിൽ ലഭിക്കുന്നുണ്ടെന്നും ഉപഭോക്താക്കൾ പറയുന്നു. സപ്ലൈകോ കടയിൽ ജയ കുറുവ അരിക്ക് 25 രൂപ വീതവും മട്ട അരിക്ക് 24 രൂപയും പച്ചരിക്ക് 23 രൂപയുമാണ് വില. ഇതോടൊപ്പം വിൽപ്പന നടത്തുമെന്ന് പറയുന്ന സവാളയ്ക്ക് 1 കിലോയ്ക്ക് 25 രൂപയാണ് വില. ഇതേ സവാള തെരുവുകളിൽ ഇന്നലെ വിറ്റത് 6 കിലോയ്ക്ക് 100 രൂപ പ്രകാരമാണ്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ആട്ടയും 27.5 രൂപയ്ക്ക് ലഭ്യമാണ്. പൊതുമാർക്കറ്റിൽ കിട്ടുന്ന വിലക്ക് അരിയും മറ്റും പുതു പദ്ധതി എന്ന നിലയിൽ പ്രചരിപ്പിക്കുന്നതും വിൽപ്പന നടത്തുന്നതും രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്നാണ് വിമർശനമുയരുന്നത്. മൂന്നാം ഊഴത്തിൽ സന്ദേഹമുള്ളതാണ് അരി വിൽപ്പനയുടെ കാരണമെന്ന് നവമാധ്യമങ്ങളിൽ ചർച്ചയുമാണ്. ഈ പരിപ്പ് ഇവിടെ വേവില്ല എന്ന പ്രചാരണവും ശക്തമാണ്. പ്രചാരണം നടത്തുന്നവരിൽ ഭൂരിപക്ഷവും ഇടതുപക്ഷക്കാരല്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.